നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പറയാനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാലൊക്കെ നേരെ വീട്ടിൽ ചെന്നിട്ട് ഒരു കസേരയിൽ ഒരു മൂലയിൽ ഇരുന്നിട്ട് ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗേൾസ്, ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഹേ, ഐ എം സിംല. വെൽക്കം ടു എ മിനി ഈവനിങ് വ്ലോഗ് ഓഫ് മൈ ലൈഫ്. യെസ്, അസ്തെറ്റിക് വ്ലോഗ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം അസ്തെറ്റിക് ആയുള്ള യാതൊരുവിധ വ്ലോഗും എൻ്റെ വീഡിയോസിൽ കാണില്ല കേട്ടോ. സോറി. കംപ്ലീറ്റ്ലി റോ ആൻഡ് റിയൽ അൺഎഡിറ്റഡ് ലൈഫ് ഓഫ് മൈൻ. അതെ, അത് തന്നെയാണ് ഞാൻ ഷോ ചെയ്യാനായിട്ടും കാണിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താ പറയാ, എനിക്കെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രൈപോഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ടൊരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെതായുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല രീതിയിലൊന്ന് പെർഫോം ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് റിയാലിറ്റി ടോക്സിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അഡിക്റ്റഡ് ആണ്. അതായത് ഓഫീസ് വിട്ട് വന്നതും ഒരു മൂലയിൽ ചെയറിൽ ചെന്നിരിക്കുക, അവിടെ ചെന്നിട്ട് ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ്ലി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ടൈം പോണതേ അറിയില്ല. 6 മണി കഴിയും, 7 മണി, 8 മണി, 9 മണി കഴിയും. ഫുഡ് കഴിക്കണ നേരം പോലും എന്ന് പറയുന്നത് 11 മണിക്കൊക്കെ ആയിരിക്കും പലപ്പോഴും എന്ന് പറയുമ്പോൾ. അന്ന് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതുമില്ല. കംപ്ലീറ്റ്ലി എന്താ പറയുക, ഫോക്കസ്ഡ് അല്ലാണ്ട് നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ പ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു നിമിഷം എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പോഴത്തെ ആൾക്കാർ അതിനെ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന പല സ്വഭാവങ്ങളുടെ പേരുകളിലൊക്കെ ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നുള്ളത്. പക്ഷെ എനിക്കത് നിർത്തണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആവശ്യമായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി സൈഡ് അവിടെ നശിച്ചു പോകുന്നു, എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇല്ലാണ്ടാവുന്നു, എൻ്റെ ടൈമിങ് മൊത്തത്തിൽ തെറ്റുമ്പോൾ എനിക്ക് പല പല ഹെൽത്ത് ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നു. അപ്പം എനിക്ക് തന്നെ സ്വയം തോന്നിയതായിരുന്നു എനിക്ക് ആ ഒരു ലൈഫിൽ നിന്ന് മൊത്തത്തിൽ ചേഞ്ച് ആവണം എന്നുള്ളത്. ഒരു 2 to 3 months എൻ്റെ ലൈഫ് അങ്ങനെയാണ് പോയതെങ്കിൽ ഇന്നിപ്പോൾ എന്നെ തിരിഞ്ഞ് തന്നെ നോക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു റൂട്ടിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. മെയിനായിട്ടും 3 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ 3 കാര്യങ്ങളിലേക്ക് ആദ്യം നമുക്ക് എടുക്കാം. ഓക്കെ, ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നിർത്താനായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പീസ്ഫുൾ ആയുള്ള അല്ലെങ്കിൽ എനിക്ക് സമാധാനം തരുന്ന കുറച്ച് കാര്യങ്ങളെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തു. ഒരു നോട്ട്ബുക്കിൽ എനിക്ക് ഏതൊക്കെ കാര്യങ്ങളോടാണ് ഇഷ്ടം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ പലരും കുസൃതി കണക്കിന് ചോദിക്കാറുണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യണത് തന്നെയാണ് ഇഷ്ടം, അപ്പം എനിക്ക് അത് ചെയ്തുകൂടെ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ ശരീരം മൊത്തത്തിൽ അനങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ നമ്മളെ കൊണ്ട് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണോ, സ്കിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്, ആക്ടിവിറ്റീസ് ഏതൊക്കെയാണുള്ളത്, ആ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഒരു നോട്ട്ബുക്കിൽ എന്താ പറയുക നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ ഞാൻ നോട്ട് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നാച്ചുറൽ തെറാപ്പി. യെസ്, നാച്ചുറൽ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്ന ഒരു ജോബിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും, ഭയങ്കര പ്രഷർഫുൾ ആയിട്ട് വരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും, നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ണിനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ കംപ്ലീറ്റ്ലി റിലാക്സേഷൻ തരുന്ന ഒരു തെറാപ്പിയാണ് നാച്ചുറൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ വീടിൻ്റെ ചുറ്റിലും കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാടും പടലും എന്താ പറയുക കുന്നും മലയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെറുതെ നടക്കാനായാലും, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പാടത്തേക്കൊക്കെ പോകും. അങ്ങനെ പാടത്തേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഈവനിങ് റുട്ടീനിൽ ഞാൻ മെയിനായിട്ട് ആഡ് ചെയ്തുള്ളതാണ് ഒരു നാച്ചുറൽ തെറാപ്പി എടുക്കുക എന്നുള്ളത്. സംഭവം വീട്ടിൽ നമുക്ക് അതിനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ നാച്ചുറൽ തെറാപ്പി കൂടുതൽ എടുക്കാറുള്ളത്. അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗിലത്തെ ആ ഒരു നാച്ചുറൽ തെറാപ്പി കാണാം. ബാ. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ നാച്ചുറൽ തെറാപ്പി അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. കാരണം അത് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഗ്രീനറി കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആർക്കെങ്കിലും എങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രീനറി കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം അത് തരുന്നൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഗ്രീനറി തന്നെ ഒരു മെയിൻ തെറാപ്പി ആയിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ. കുറേയൊക്കെ നമ്മൾ നാച്ചുറലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സൊക്കെ കംപ്ലീറ്റ്ലി ഫീൽ ഫ്രീ ആകും കേട്ടോ. മാത്രമല്ല, അങ്ങനെ
നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യണത് നമ്മൾ അറിയില്ല. ഒരുപാട് ടൈം നമ്മളിവിടെ അത്യാവശ്യം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ടൈമും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരേപോലെ പ്രൊഡക്റ്റീവ് ആവുകയും ചെയ്യും. ഭയങ്കര ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചെയ്യും കേട്ടോ. അതാണ് ഈ നാച്ചുറൽ തെറാപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നാച്ചുറൽ തെറാപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക. ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഷവറിങ്, അതായത് നല്ല രീതിയിലുള്ളൊരു തണുത്ത വെള്ളത്തിലുള്ള ഒരു കുളിയാണ്. ഭയങ്കര മനസ്സിന് സമാധാനം തരുന്ന ഒരു കാര്യമാണ്. കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു ഫോണിൽ അഡിക്റ്റഡ് ആകുമ്പോൾ തന്നെ ഓൾറെഡി ഇത്രയും വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നാച്ചുറൽ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കോൾഡ് ഷവറിങ് ഉണ്ടായി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും സെറ്റായി തന്നെ പറയാം. മൈൻഡും റിലാക്സ് ആവും, ശരീരം ഒരേപോലെ നമ്മുടെ റിലാക്സ് ആവും ചെയ്യും. അപ്പോൾ തന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാനായിട്ടൊരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ലൈഫിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ലൈഫ് അങ്ങോട്ട് മൊത്തത്തിലൊരു പ്രൊഡക്റ്റീവ് അല്ലാണ്ട് എന്താ പറയുക, ഇങ്ങനെ നാശകോശമായിട്ട് പോകാന്നൊക്കെ പറയില്ല, അതിനേക്കാളൊക്കെ നല്ലത് ഒരു നാച്ചുറൽ തെറാപ്പി ലൈഫിൽ എടുക്കുക. ഇനിയിപ്പോൾ നാച്ചുറലും കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണോ അതൊന്ന് നോട്ട് ചെയ്യുക. ഒരു നോട്ട് പുസ്തകത്തിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കാം. അതിനാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓഫീസ് കഴിഞ്ഞിട്ടായാലും നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴായാലും പഠിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴായാലും ഫോണിനെ ഒരു മൂലയിൽ കൊണ്ടുപോയി വെക്കുക. ദെൻ നേരെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ആക്ടിവിറ്റീസുകളിലേക്ക് കിടക്കാം. ചിലർ ഫുട്ബോൾ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്നവർ ബോയ്സിനെ കണ്ടിട്ടില്ലേ. ഗേൾസ് നമ്മളും അതേപോലെ തന്നെ ആവണം. നമുക്ക് ഏതൊക്കെ ഫീൽഡിലോടാണ് താല്പര്യമുള്ളത്, നമുക്ക് ഏതൊക്കെയാണ് പ്രൊഡക്റ്റീവായിട്ട് നമ്മളെ പ്രവർത്തിക്കുന്നത്, ആക്ടിവിറ്റീസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് കുക്കിംഗ് ആണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഒരു സ്കില്ല്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് പറ്റും. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കുക്കിങ്ങുകൾ ട്രൈ ചെയ്യുക. അതിനിപ്പോൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ തന്നെ കാണാം. ഞാൻ കൂടുതലും ഷാൻജിയോടെ വീഡിയോസിലാണ് കേട്ടോ കാണാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ കാണുമ്പോൾ നമുക്ക് വേഗം തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ വേഗം പറ്റാറുണ്ട്. മാത്രമല്ല നല്ല അടിപൊളി രുചിയിൽ തന്നെ നമുക്കത് മേക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇന്ന് ഞാൻ കുക്കിങ്ങിൽ ഒരു പ്ലാൻ ചെയ്തുള്ളത്, എനിക്ക് നമ്മുടെ ഈ കടൽ തീരത്തൊക്കെ ഉപ്പിലിട്ട മാങ്ങകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇവിടുന്ന് മാങ്ങയൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ട് വീട്ടിലിരുന്നിട്ട് നല്ല രീതിയിൽ ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും എൻ്റെ അടുത്ത ആ ഒരു പ്രൊഡക്റ്റീവ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫോണിനെ അവോയ്ഡ് ചെയ്തൊക്കെയാണ് നാച്ചുറൽ തെറാപ്പി നടത്തി. ഇനി നമുക്ക് ഒരു സ്കില്ലിനെ നമ്മൾ കുറച്ചും കൂടി അപ്സ്കിൽ ചെയ്യാൻ പോവാണ്. അതായത് കുക്കിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പം നിങ്ങൾക്ക് ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ്, ചിലർക്ക് ഡാൻസിങ് ആയിരിക്കും. ചില സമയങ്ങളിൽ ഞാൻ എൻ്റെ ശരീരത്തിന് കുറച്ചും കൂടിയും എന്താ പറയുക, ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഞാൻ എക്സസൈസ് ആയിരിക്കും ചെയ്യാറുള്ളത്. പക്ഷേ എക്സസൈസിനോട് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളോട് കാണിക്കുന്ന അത്ര ഇഷ്ടപോലെ എക്സസൈസിനോട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഡാൻസ് ഒക്കെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ഡാൻസിനോട് ഇഷ്ടമുള്ളവർക്ക് ഡാൻസും ചൂസ് ചെയ്യാം. വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള എൻ്റെ ആക്ടിവിറ്റീസുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാണ് മക്കളെ, നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുക. ഫോൺ അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം ഫോണിനെ നമ്മൾ ഒന്നെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫോണിനെ അമ്മയുടെയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേശയുടെ ഉള്ളിൽ കംപ്ലീറ്റ്ലി പൊതിഞ്ഞ് കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നമ്മുടേതായുള്ള ഇഷ്ടങ്ങൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം. എനിക്ക് ചെയ്യുന്ന വ്ളോഗുകൾ കംപ്ലീറ്റ്ലി ഇൻഫോർമാറ്റീവ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ തുമ്പും വാലില്ലാത്തതാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ആ ഒരു എൻജോയ്മെൻറ്റിൽ എടുത്തു പോകുന്ന വീഡിയോസിലായതുകൊണ്ട് എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല. തുടക്കം ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്കുകൾ, ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒന്ന് സോറി കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.